പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് അതുപോലെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് അതിൻ്റെ പുറകെ എൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നാം മനുഷ്യനായി പിറന്നവരെല്ലാം നന്ദിയുള്ളവരായിരിക്കണം. എന്തിനോടെല്ലാം നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു എന്ന് ദാസേട്ടൻ പാടിയൊരു പാട്ടുണ്ട്. നന്ദി ആരോടും ഞാൻ ചൊല്ലണം, എൻ്റെ ട്യൂണൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മനുഷ്യരായി പിറന്നവർ ആദ്യം നന്ദിയുള്ളവരായിരിക്കേണ്ടത് ആരോടാണെന്ന് വെച്ചാൽ, നമുക്ക് മനുഷ്യനായി ദൈവം ഇല്ലാത്തവർക്ക് ഇത് ബാധകമല്ല, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് വേണ്ടിയാണ് പറയുന്നത്. ആദ്യമായി ദൈവത്തോട് നന്ദി പറയാം. കാരണം ഞങ്ങളെ ഒരു മനുഷ്യനായി ജന്മം തന്നതിന്. ഈ മനുഷ്യനായി ജന്മമെടുത്ത നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ? എല്ലാവരും ചെയ്യുന്നത് ശരിയാണോ? എന്തിനോ വേണ്ടി ജനിച്ചു ജന്മം നൽകിയ മാതാപിതാക്കളെ പഠിച്ച് ജീവിക്കുന്ന എത്രയോ ജന്മങ്ങളുണ്ട്. കുറ്റം പറയുന്നവരുണ്ട്. പക്ഷേങ്കിലും അവരൊന്ന് മനസ്സിലാക്കണം, മനുഷ്യനായി ജന്മമെടുക്കുക എന്നത് ഒരു അപൂർവ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് സ്വന്തം മാതാപിതാക്കളെ വരെ ഒരു വില നൽകാതെ ഉള്ള അവരുമുണ്ട്, നന്നായി പരിപാലിക്കുന്നവരും ഇഷ്ടം പോലെയുണ്ട്. അത് ഓരോ ഇത് പോലെ ഇരിക്കും. അച്ഛനമ്മമാരെ പൊന്നുപോലെ നോക്കുന്ന മക്കളുണ്ട്, അതുപോലെ അച്ഛനമ്മമാരെ വലിച്ചെറിയുന്നവരുമുണ്ട്. ഇതൊക്കെ പോട്ടെ. എന്നാൽ പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഈ ലോകത്തോട് മൊത്തം നന്ദിയുള്ളവരായിരിക്കണം. മനുഷ്യനായി ജനിച്ചു എന്ന് വെച്ച് ഒരു നിയന്ത്രണവും ഒരു മനുഷ്യനും ഇല്ല എന്ന കാര്യം ഇവർക്കും അറിയാമല്ലോ. നമ്മളൊരു പ്ലെയിനിൽ കയറി പോകുന്നു, ആ പ്ലെയിൻ നിശ്ചിത സ്ഥലത്ത് എത്തുമോ എന്ന് ആർക്കും അറിയില്ല. അതേപോലെ തന്നെ എല്ലാ കാര്യവും, ട്രെയിനിൽ കയറുന്നു, കാറിൽ കയറുന്നു, ഓട്ടോറിക്ഷയിൽ കയറുന്നു, നടന്നു പോകുന്നു. എപ്പോൾ ആർക്ക് എന്ത് അപകടം സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ സമയം, ഈ ലോകത്ത് കിട്ടിയ സമയം വളരെ ക്ഷണികമാണ്. കണ്ണ് അടച്ച് പൂട്ടുന്നപ്പോഴത്തേക്ക് തീർന്നതാണ് ജീവിതം. ആ ജീവിതം വെച്ചാണ് പലരും ധാർഷ്ട്യം കാണിക്കുന്നു, തൻപ്രമാദിത്വം കാണിക്കുന്നു, എല്ലാം കാണിക്കുന്നു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ഈഗോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ആയിരിക്കണം. ഈഗോ പോയാൽ തന്നെ ഒട്ടുമുക്കാലും കാര്യങ്ങൾ ശരിയായി. പക്ഷേ ഇതൊന്നും അല്ല നടക്കുന്നത്. ഇപ്പോൾ ആരെയും നന്നാക്കാനായിട്ട് കുറേ സംഘടനകൾ അങ്ങനെ ഒരു മുന്നിട്ടിറങ്ങിയതായിട്ട് അറിയില്ല. കുറേ പേർ മദ്യത്തിനടിമകളായി ഇങ്ങനെ പോകുന്നു. മദ്യം കഴിച്ചാൽ എങ്ങനെയുണ്ട്? ഞാൻ മദ്യമൊക്കെ കഴിച്ച് നോക്കിയ ഒരാളാണ്. പക്ഷേ എൻ്റെ കുടുംബത്തെ വിട്ടിട്ടുള്ള ഇന്നത്തെ അത് വെറുതെ ഇങ്ങനെ കിട്ടുമ്പോൾ കഴിക്കാനല്ലാതെ പണം ചിലവാക്കി കഴിക്കുന്ന ഏർപ്പാടില്ല. എന്നാലും പറഞ്ഞാൽ നിങ്ങൾ ഓസ് മൂഞ്ചെന്ന് വേണ്ട, താല്പര്യമില്ല. ഓസ് കിട്ടിയാലും വേണ്ട. കാരണം അതിൻ്റെ ഭവിഷ്യത്തുകളെ ആരെക്കാളും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സ്വന്തം മദ്യമൊക്കെ കഴിച്ച് വന്ന് സ്വന്തം അമ്മയും അച്ഛനെയെല്ലാം ചീത്ത പറയുകയും തല്ലൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും പ്രായമുള്ളവരെയും ബഹുമാനിക്കുന്നവരാണ് യഥാർത്ഥ രാജ്യശില്പികൾ എന്ന് പറയേണ്ടി വരും. നമ്മൾ പലതിനോടും നന്ദി പറയണം, പലതിനോടും കടപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ കയറുന്നു, വാഹനത്തിൽ പോയി ഇറങ്ങുന്നു. ആ വാഹനത്തിൽ കയറി ഇറങ്ങുന്നത് വരെയുള്ള നമ്മുടെ ജീവൻ ആ വാഹനത്തിൻ്റെ ഡ്രൈവറുടെ കയ്യിലാണ്. ചിലപ്പോൾ മരണപ്പാച്ചിലായിരിക്കും പറയുന്നുണ്ടാവുക. ഇതിനിടെ ഞാനൊരു ബസ്സിൽ കയറി ഞാൻ വിചാരിച്ചാൽ അതങ്ങ് എത്തൂല. സൂചി കുത്താൻ ഒരിടമുണ്ടോ എന്ന് നോക്കിയിട്ട് വിടുക. ഇപ്പോഴത്തെ സർവീസ് റോഡൊന്നും വളരെ വളരെ ചെറുതാണ്. അതിൻ്റെ ഇടക്കൂട്ടാണ് പായിക്കുന്നത്. പേടിയാവും. കണ്ണ് കൂട്ടിയിരുന്നേക്കല്ല, എന്താ സംഭവിക്കുന്ന അറിയില്ല. പക്ഷെ എന്തല്ലോ അവരുടെ ഡ്രൈവിംഗ് കൊണ്ടോ എന്തോ
പിന്നെ ഉള്ളത് എന്ന് പറയാനുള്ളത്, ഈ നന്ദിയും ഇതുമായിട്ട് കൂട്ടിക്കുഴക്കുന്നതാണ് വിചാരിക്കരുത്, പെട്ടെന്ന് തോന്നുന്നത് പറയുന്നതാണ്. ഇപ്പോഴത്തെ ബസ്സുകളുടെ ടൈമിംഗ് ശരിയില്ല. ടൈമിങ് എന്തായാലും ആകുമ്പോഴാണ് അടി വരുന്നത്. അപ്പോൾ അവർ ഫോണിൽ വിളിച്ച് പറയും, അതാ അവനവിടെ എത്തി, ഇവിടെ എത്തി, ആളെടുക്കുന്നുണ്ടോ ഇല്ല, ഇതെല്ലാം നമ്മളെപ്പോഴും കാണുന്ന കേസാണ്. അപ്പോഴാണ് ഒരു സ്ഥലത്ത് പോയിട്ട് നിർത്തിയിടും, ഒരു സ്റ്റോപ്പിൽ. ഇപ്പോൾ ഉദാഹരണത്തിൽ തലശ്ശേരി കണ്ണൂർ റൂട്ട് ഒരു സ്ഥലത്ത് പോയി അവിടെ നിർത്തിയിടും. എന്താ, മറ്റവൻ്റെ മോന്ത കാണുന്നവരെ, മറ്റേ ബസ്സിൻ്റെ മറ്റേ കണ്ടപ്പോൾ പിന്നെ ഒരു പാച്ചലാണ്. ആ പാച്ചലൊരു മരണപ്പാച്ചലാണ്. ആ പാച്ചൽ എന്ത് സംഭവിക്കാം. അപ്പോൾ ആ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ അധികൃതർ ഒരു ശ്രദ്ധ പുലർത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അഭ്യർത്ഥിക്കാനും നമുക്കെന്താ കഴിയുക, അഭ്യർത്ഥിക്കുന്നു. ടൈമിങ് പിന്നെ ഇങ്ങനെ മരണപ്പാച്ചൽ പായുന്ന അവർക്ക് പായാതെ പറ്റില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. എന്താ പറയേണ്ടത്, ടൈമിങ് മാറ്റണം. ഇപ്പോൾ ഒരു ഗേറ്റ്, നമ്മുടെ നടാൽ ഗേറ്റ് പ്രശ്നം പറയുന്നുണ്ട്. നടാൽ ഗേറ്റ് കൂട്ടിയാൽ ചിലപ്പോൾ 3 വണ്ടിയാണ് പോകുന്നത്, 3 വണ്ടികൾ, ചിലപ്പോൾ 4 വണ്ടി വരെ പോകും. അപ്പോൾ ഇതെല്ലാം അവിടെ സ്റ്റക്കായി നിന്ന് പിന്നെ ഒരു പാച്ചലാണ്, എടുത്ത് പാച്ചലാണ്. പിന്നെ മുന്നിൽ പാഞ്ഞാൽ ആളെയൊന്നും എടുക്കില്ല, ഒരു പാച്ചലാണ്, ഒരു മരണപ്പാച്ചൽ എന്ന് പറയാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ ബന്ധപ്പാട് പെട്ട് വരുന്ന ഡ്രൈവർമാരെ അവർക്ക് ഇത് ഓടാതെ നിവൃത്തിയില്ല. പണ്ടത്തെ കിളവന്മാരും പണ്ടൊക്കെ പ്രായമുള്ളവരാണ്. ആൾ ജനസംഖ്യ കുറവായിരുന്നു, ബസ്സിൽ കയറുന്നവർ കുറവായിരുന്നു, ഒക്കെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനസംഖ്യ കൂടി, ബസ്സിൽ കയറുന്നവർ കൂടി, സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സായിരിക്കും. പക്ഷേ പായുന്നത് എയറോപ്ലെയിൻ, വന്ദേ ഭാരത് എക്സ്പ്രസ് പോകുന്ന പോലെയായിരിക്കും. എത്തിയില്ലെങ്കിലില്ല, അതാണ് പ്രശ്നങ്ങൾ. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്ദി വേണ്ടത് ഈ പറഞ്ഞ ഡ്രൈവർ, പിന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന, നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന, ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളെപ്പറ്റി ഭയങ്കരം പറയുന്നുണ്ട്. ശരിയാണ്. നമ്മൾ മലബാർ ഭാഗത്ത് വന്ന ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. എത്രയോ, ഞാൻ 75 വയസ്സുള്ള ഞാൻ പണ്ടേ കാണുന്നതാണ്. മലബാറിലെത്തുന്നവരാരും തിരിച്ച് അങ്ങോട്ട് അവരുടെ നാട്ടിലേക്ക് പോയി. കാരണം അത്രയും രോഗികളാണ്. കാരണം ഇവിടുത്തെ ഭക്ഷണം നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ്. എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് 10 ദിവസം പഴക്കമുള്ളതും എല്ലാം എടുത്ത് കഴിച്ച്. അപ്പോൾ നമ്മൾ പറയുന്നത്, ഇനി നമ്മൾ പറയേണ്ടത് ഡോക്ടർമാരോട് നന്ദി വേണം. പക്ഷേങ്കിൽ ചില ഡോക്ടർമാർ ഈ എന്താ പറയണ്ടേ, ഈ ടെൻഷനാണ്. ആളെല്ലാം കൂടുമ്പോൾ എന്തായാലും ടെൻഷൻ ഉണ്ടാവില്ല. ആ ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ വളരെ മോശമായി പെരുമാറി ഇരിക്കും. ഒരിക്കലൊരു ഡോക്ടർ, ഞാൻ കാണിക്കുന്ന ഡോക്ടർ, നഴ്സിന് ഒരു പുതുതായിട്ട് വന്ന പാവൻ നഴ്സ് പെൺകുട്ടിയോട് പറയുന്നത് കണ്ടിരുന്നു. വിഷമം തോന്നിപ്പോയി. ഞാൻ ആ ഡോക്ടറേക്ക് പോയില്ലെന്ന് തന്നെ, ഇനി ചത്തുകാലം ശരി അങ്ങോട്ട് പോകല്ലോ എന്ന് വിചാരിച്ചു പോയി. ഞാൻ ഈ രോഗിയായ ഒരു വ്യക്തിത്വമുള്ളവനാണ്. ആ നഴ്സിനൊരു വ്യക്തിത്വമുണ്ട്. ഈ ഡോക്ടർ MBBS MD എല്ലാം പഠിച്ച ഡോക്ടർക്ക് മാത്രമല്ല വ്യക്തിത്വം എന്ന് വിചാരിച്ച് തന്നെ അടിച്ചു പൊളിക്കണമെന്നൊന്നും പറയുന്നില്ല. അത് വേണ്ടുന്ന കാര്യത്തിൽ പ്രതികരിക്കുക. അടിച്ചു പൊളിക്കലെന്ന ഒരു സംസ്കാരമുള്ള സമൂഹത്തിന് പറ്റിയതല്ല. ഇന്നത്തെ തീയതി വരെ നമ്മൾ എത്ര വിഷമത്തിന് തോന്നിയാലും കുറച്ച് ഒച്ചപ്പാടാക്കുക എന്നല്ലാതെ ആ മാതിരി പരിപാടിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഡോക്ടർമാരോടും പ്രത്യേകിച്ചിട്ടും സിസ്റ്റർമാരോടും ക്ലീനിങ് സ്റ്റാഫിനോടും എല്ലാവരോടും നന്ദി വേണം. എല്ലാവരും ഒരേപോലെ, ലക്ഷക്കാരനെയും പിച്ചക്കാരനെയും ഒരുപോലെ കാണാനുള്ള മനസ്ഥിതി എന്നുണ്ടോ അന്നേ മനുഷ്യനെന്ന് പറയാൻ പറ്റൂ. ലക്ഷക്കാരനും പിച്ചക്കാരനും ഇപ്പോൾ പറഞ്ഞത്, പണ്ട് കിഴുത്തള്ളിയിൽ ഞാൻ താമസിക്കുമ്പോൾ അവിടെ ഒരു സിനിമാ നിർമ്മാതാവ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത്, ഞാൻ റേഡിയോ മെക്കാനിക്ക് പഠിച്ചപ്പോൾ റേഡിയോ നന്നാക്കാൻ വന്ന്, ഞാൻ കിടക്കുന്ന കിടക്കല ഇങ്ങനെ ബർത്ത് പോലെ 2 അപ്പുറം ഇപ്പുറം വെച്ച്, ഒന്നുമില്ല ഞാൻ കിടക്കുന്നതായിട്ടും കിടക്കുക. അവിടെ ഒരു വിൻഡോ ഉണ്ട്. വിൻഡോൻ്റെ അവിടെയാണ് മേശയിട്ട് ഞാൻ വിളക്കെല്ലാം കുത്തി റേഡിയോ നന്നാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റേഡിയോ കൊണ്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞ്, എൻ്റെ ഒരു പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, ഒന്നിക്കഴിഞ്ഞാൽ ലക്ഷക്കാരനാവും അല്ല പിച്ചക്കാരനാവും. അദ്ദേഹം സത്യം പറഞ്ഞാൽ വളരെ ആ പടം വിജയിച്ചില്ല. കാരണം അന്നത്തെ കാലത്താണ് ചെറിയ ഒരു റീലാറ്റി ഉണ്ടോ, അത് പൊട്ടിപ്പോയി, എന്തോ വിജയിച്ചില്ല. അദ്ദേഹം പിച്ചക്കാരനായില്ല. പക്ഷേങ്കിൽ എന്തോ ഭാഗ്യത്തിന് മക്കളെല്ലാം അങ്ങനെ അത് കുറേ ട്രാജഡി ആയിപ്പോയി. എന്ത് ചെയ്യാനോ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ
എല്ലാവരോടും ലക്ഷക്കാരനായും പിച്ചക്കാരുടെ കൂട്ടത്തിലുണ്ട് മഹാഫ്രോഡുകൾ, ലക്ഷക്കാരുടെ കൂട്ടത്തിലുണ്ട് ലക്ഷവും പിച്ചയും പറയുന്ന അവർ പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മൾ അവരുടെ എന്താ പറയണ്ട ഉയർച്ച താഴ്ചകൾ നോക്കാതെ അവസരവാദികളാകാതെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണേണ്ട ഒരു മനസ്ഥിതി ഉണ്ടായാൽ തന്നെ അവനൊരു മനുഷ്യനെന്ന് പറയാം എന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ പറയുന്നതെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ജന്മം തന്ന മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത്, ഗുരുനാഥന്മാരെ അവഹേളിക്കരുത്. ഗുരുനാഥന്മാർ നമ്മളുടെ വഴികാട്ടികളായിരിക്കണം. അല്ലാതെ ഗുരുനാഥന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വന്നതെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ കാണുന്ന ഗുരുനാഥന്മാർ ആയിരിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പാട്ട് പാടാൻ അങ്ങനെ വലിയ പാട്ട് പാടണമെന്ന് വിചാരിച്ചത് നടക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ പാടുന്നു, ഒന്നും അറിയില്ല, സരളി വരിസ അറിയില്ല, മറ്റേ ഗമക അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ അന്ന് പാട്ട് പാടുന്നു, ചിലപ്പോൾ വളരെ നന്നായി തന്നെ പാടുന്നുണ്ട്. പക്ഷേ ആരും അത് എന്താ പറയണ്ട, അതിനൊരു വകവെച്ച് തരുന്നില്ല. പോട്ടെ, മനുഷ്യനല്ലേ. ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ കുറച്ച് വിഷമമുള്ളത്, പ്രത്യേകിച്ചും നമ്മുടെ മലയാളികൾ. ഞാൻ സ്റ്റാർ മേക്കർ എന്ന ആപ്പിൽ ആയിരക്കണക്കിന് പാട്ടുകൾ പാടി ഒരു 1000 നയ പൈസ കിട്ടിയിട്ടില്ലെങ്കിലും ചിലവരുടെയൊക്കെ തരുന്ന നല്ല വാക്കുകളാണ് എനിക്ക് കിട്ടുന്ന അവാർഡുകൾ. നന്നായി ചിലതൊക്കെ ഈ പാടി വെച്ച അവർ അങ്ങ് ലണ്ടനിലുള്ളവരും അവരിലെല്ലാം പാടി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ കയറി ഡ്യുവറ്റ് പാടാം സ്റ്റാർ മേക്കർ എന്ന ആപ്പിൽ. പക്ഷെ അതിൽ കയറിയാൽ എഡിക്റ്റായി പോകും പാടില്ല. നമുക്ക് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ പാടുമ്പോൾ മറ്റുള്ളവർ നമുക്ക് സ്വന്തമായിട്ടൊരു മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യില്ല. അതെല്ലാം പെട്ടത് നമ്മൾ വിട്ട്. അപ്പോൾ അങ്ങനെ നന്ദീൻ്റെ കാര്യം ഇപ്പം പറയുന്നത്. നന്ദി നായ എന്ന് പണ്ട് പ്രേം നസീർ പറഞ്ഞ്, ഞാൻ നന്ദിയുള്ള നായാണ് പ്രേം നസീർ സാർ. അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം അദ്ദേഹത്തോട് നന്ദി കാണിക്കേണ്ട എത്രയോ പേരുണ്ട്. കാരണം അത്രയും ഒരു നിഷ്കാമമായി ചെയ്ത ഒരാളാണ് പ്രേം നസീർ സാർ. അതേപോലെ തന്നെ നമ്മുടെ ദാസേട്ടൻ പറ്റിയപ്പം കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് നന്ദി ഉണ്ടായിരിക്കണം. കാരണം അദ്ദേഹത്തെ പോലെ പാടിയ പാട്ടുകൾ തന്നെയാണ് ചിലപ്പോൾ നമുക്കൊരു ജീവിതത്തിൽ മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയണം. അതുപോലെ ലതാ മങ്കേഷ്കർ, അവരെല്ലാം നമ്മളെ ഓരോ കാലങ്ങളെ മൈൽസ്റ്റോൺ, ഓരോ പാട്ടുകളെന്ന് വെച്ചാൽ ഓരോ മൈൽസ്റ്റോണുകളാണ്. ആ മൈൽസ്റ്റോണുകളെ നമ്മൾ അറിയണം. മൈൽസ്റ്റോൺ ഇപ്പം നമ്മളൊരു പാട്ട്, ഒരു ഉദാഹരണത്തിന് തുമേരാ പ്രേം പത്ര പട് എന്നൊരു പാട്ടുണ്ട്, മുഹമ്മദ് റാഫി സാബ് പാടിയ. ആ പാട്ട് പാടിയ അതിൻ്റെ മ്യൂസിക്കോടുകൂടി കേൾക്കുമ്പോൾ നമുക്ക് ആ കാലം ഓർമ്മ വരും. അതാണ് പാട്ടിനുള്ള ഒരു പ്രത്യേകത. നമ്മുടെ എത്രയോ കൊല്ലം പുറകോട്ടേക്ക് കൊണ്ടുപോകും. പഴയ പാട്ടുകളാകുമ്പോൾ എത്രയോ കൊല്ലം പുറകെ. ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾക്കൊന്നും ജീവനില്ല എന്ന് തന്നെ പറയാം, ആയുസ്സില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ അത് വർഗീയമായി പോയതുകൊണ്ട് ഒരു പാട്ടിനെ പറ്റി പറയുന്നില്ല. ഞാൻ ആ പാട്ടൊന്ന് വെറുതെ പാടിയപ്പോൾ ഭയങ്കര ഇതായിപ്പോയി. ഞാൻ പൃഥ്വിരാജ് പാടുന്ന കണ്ടിട്ട് അതുപോലെ ഒന്ന് പാടി, അപ്പോഴത്തേക്ക് ഭയങ്കര അതിന് കുറ്റപ്പെടുത്തലോ എന്തല്ലോ പറഞ്ഞിട്ട്. നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ മനുഷ്യനായി ജീവിക്കുക. വേറെ ഒരു എന്താ പറയേണ്ട തുല്യമല്ല നോക്കേണ്ടത്. നമുക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല പ്രശ്നം. നമ്മളൊരു മനുഷ്യനെ പോലെ ജീവിക്കുന്ന, നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിവ് ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അല്ലാതെ തൊട്ടതിനും തൊടുന്നതിനും കുറ്റം പറയുന്ന ഇപ്പം പല യൂട്യൂബേഴ്സിനും കൊണ്ട് പറയുന്നതായിട്ട് ഈ കുറ്റം പറഞ്ഞിട്ട് ഞാനിങ്ങനെ മരിച്ചാളി ഒക്കെ പറയുന്ന കേട്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്തിനാടോ നിങ്ങൾക്കെല്ലാം, ഞാൻ 70-75 വയസ്സുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇടാന്നല്ലേ ഇടുമെന്ന്. എന്തിനാടോ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതായിരുന്നല്ലോ. ഞാൻ എന്താ പറയണ്ടേ? നമുക്ക് നമ്മളെ കഴിവുണ്ടെങ്കിൽ അതിനെക്കൊണ്ടൊന്നും പറയും. അല്ലാണ്ട് മറ്റവർക്ക് മറിച്ചുണ്ടോ എല്ലാം കുറ്റം പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുന്ന അത് പരിപാടി നമുക്കില്ല. ഈ ശശിധരൻസ് ബ്ലോഗിനില്ല. അപ്പോൾ നന്ദി വേണം, എല്ലാവരോടും നന്ദി വേണം. നമ്മൾ ഈ നിമിഷം വരെ ജീവിച്ചത് പലരോടും കടപ്പെട്ടിരിക്കുന്നു. നമ്മളെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ജോലിക്കുണ്ടായിരുന്നവർ മുതൽ
അച്ഛൻ അമ്മ മരിച്ച് അങ്ങ് പോയി. എന്നാലും നമ്മളെ വളർത്തിയവർ, അച്ഛനും അമ്മക്കും പകരം നമ്മളെ വളർത്തിയവർ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവരുടെ മക്കളെല്ലാമായിട്ട്, ഒരു മകളേ ഉള്ളൂ, അവളെല്ലാമായിട്ട് നല്ല നിലയിൽ കഴിയുന്നു. അപ്പം നന്ദി വേണമെന്ന് പറയുന്നത് അതാണ്. നമ്മളെ വളർത്തിയ അച്ഛനമ്മമാരെ കള്ളും കുടിച്ച് വന്ന് ശകാരിക്കുകയോ അടിക്കുകയോ പിന്നെ അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കുക, അതൊന്നും ഒരു സംസ്കൃത സമൂഹത്തിന് പറ്റിയതല്ല. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരാണ് ഈ സമൂഹത്തെ താറുമാറാക്കുന്നത്. അത് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കൃഷിയുണ്ടോ? കൃഷി വളരെ കുറവല്ലേ. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഇവിടുന്ന് കർണാടകത്തിൽ നിന്നെല്ലാം വരുന്ന ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കും അല്പം കൃഷി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എവിടെ ചെയ്യും? 75 വയസ്സിലാണ് ഞാൻ കൃഷി ചെയ്യേണ്ടത്. കാരണം നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി പലതിലും മാറിപ്പോയി. അവസാനം ഇപ്പോൾ ഒരു വിശ്രമ ജീവിതം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം വിശ്രമ ജീവിതമില്ല, ഇത് തന്നെ എൻ്റെ വിശ്രമം. അപ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് ദാസേട്ടൻ പാടിയ പാട്ട്, ഗർഭപാത്രത്തിനോട് എന്നെല്ലാം പറഞ്ഞിട്ടുള്ളൊരു പാട്ടില്ല. അതുപോലെ നമ്മൾ എല്ലാവരോടും, നമ്മളെ പഠിപ്പിച്ച, നമുക്ക് ജന്മം തന്ന അച്ഛനമ്മമാരോടും, അച്ഛനമ്മമാർ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും, പിന്നെ നമ്മളെ വളർത്തിയവരോടും, നമ്മളെ പഠിപ്പിച്ചവരോടും, നമ്മളെ കൈവണ്ടി റിക്ഷ വലിച്ച് കൊണ്ടുപോയി സ്കൂളിൽ സുരക്ഷിതമായി തിരിച്ച് വീട്ടിലെത്തിച്ചവരോടും, നമ്മുടെ ഏതെല്ലാം വാഹനങ്ങളിൽ നമ്മൾ ഈ ജീവിതത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, ആ വാഹനത്തിലെ സാരഥികളോടും, പിന്നെ അതിലെ കണ്ടക്ടർമാരോടും, എല്ലാവരോടും എന്നുവെച്ചാൽ വിട്ടുപോയില്ല. നമ്മൾ ആസ്പത്രി സുഖമില്ലാതെ ചെന്ന് നോക്കുന്ന ഡോക്ടർക്ക് പുറമെ ഏറ്റവും അധികം നമ്മൾ ഉറക്കൊഴിഞ്ഞ് നോക്കേണ്ടത് അവിടുത്തെ സഹോദരിമാർ, സിസ്റ്റർമാരാണ്. അത് മെയിൽ സിസ്റ്ററുമുണ്ട്, ഫീമെയിൽ സിസ്റ്ററുണ്ട്. അധികം നമ്മുടെ നാട്ടിൽ അധികം ഫീമെയിലാണ് കാണുന്നത്. പക്ഷേ നിലവിളിച്ച് മംഗലാപുരത്തൊക്കെ പോയാൽ മെയിൽ സിസ്റ്റം പോലെയുണ്ട്, ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ അവരോടും സകലാരോടും നന്ദിയുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ സർവശക്തനായ ദൈവത്തോടും വിചാരിച്ച് നമ്മളുടെ കുടുംബത്തെയും നമ്മുടെ അയൽക്കാരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കണമെന്നും, ഈ ഭൂമിയെ മൊത്തം മറ്റുള്ള വിഷമങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണം അപേക്ഷിച്ചുകൊണ്ടും, യുദ്ധങ്ങളൊന്നും ഇനി നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാകാത്ത അവസരം ഉണ്ടാക്കി തരണമെന്നും പ്രകൃതിയോടും ദൈവത്തോടുമെല്ലാം ഇതുവരെ നമ്മളെ കാത്തുരക്ഷിച്ച നന്ദി പറഞ്ഞുകൊണ്ടും ഇനി നല്ലത് മാത്രം വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. നന്ദി നന്ദി എല്ലാവരോടും വേണമെന്ന് ഒരിക്കൽ കൂടി ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് പലർക്കും കല്ലുകടിയായിരിക്കും. എന്നാലും എന്തെങ്കിലും പറയണ്ടേ? 10-75 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചതല്ലേ, നമ്മൾ കണ്ടതും കേട്ടതുമായ അനുഭവങ്ങൾ പറയണം. ആരെയും ചവിട്ടി ഉരക്കാൻ പാടില്ല, നിസ്സാരന്മാരെ തള്ളാൻ പാടില്ല. എല്ലാവർക്കും അവരുടെ റെസ്പെക്റ്റ് കൊടുക്കുക. അധികം റെസ്പെക്റ്റും ഇല്ല, ആവശ്യത്തിന് റെസ്പെക്റ്റ് കൊടുക്കുക. കാണുമ്പോൾ അല്ലാതെ മുന്നിൽ നിന്ന് വിഷയമായിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ പറയുന്ന അനുഭവങ്ങളും എത്രയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ശശിധരൻസ് ബ്ലോഗിൻ്റെ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭം.